ഹായ് ഫ്രണ്ട്സ്, ഞാൻ ഷിജി. എല്ലാവർക്കും SR ഹോബീസിലോട്ട് സ്വാഗതം. ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് വളരെ എളുപ്പത്തിൽ തയ്യാറാക്കാൻ പറ്റുന്ന എണ്ണയില്ല പലഹാരത്തിൻ്റെ റെസിപ്പി ആയിട്ടാണ്. നമുക്കിത് എങ്ങനെ തയ്യാറാക്കാൻ നോക്കിയാലോ? അതിനുമുമ്പ് നമ്മുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തില്ല, ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്തേക്കണേ. നമുക്ക് വീഡിയോയിലോട്ട് പോയാലോ? ആദ്യമായിട്ട് ഒരു മിക്സി ജാർ എടുത്ത് വെച്ചിട്ടുണ്ട്. അതിലോട്ട് 1 കപ്പ് അളവിൽ തേങ്ങ നമുക്ക് ചേർത്ത് കൊടുക്കാം. ഈ കപ്പിന് തന്നെ 2 കപ്പ് അളവിൽ വെള്ളം കൂടെ നമുക്ക് ഒഴിച്ചു കൊടുക്കാം. 2 കപ്പ് വെള്ളം ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. നന്നായിട്ട് അടിച്ചെടുത്തോണ്ട് വന്നിട്ടുണ്ട്. നമുക്ക് അരിപ്പ് വെച്ച് അരിച്ചെടുക്കാം. നന്നായിട്ട് അരിച്ചെടുത്ത് വെച്ചിട്ടുണ്ട്. അടുത്തായിട്ട് ഒരു പാത്രം ചൂടാക്കാൻ വെച്ച് കൊടുത്തിട്ടുണ്ട്. അതിലോട്ട് കുറച്ച് നട്ട്സ് ഇട്ട് കൊടുക്കാം. ഇനി നമുക്ക് ഇതിലോട്ട് കുറച്ച് മുന്തിരിയും കൂടെ ഇട്ട് കൊടുക്കാം. നന്നായിട്ടൊന്ന് വറുത്തെടുക്കാം. ഇത് നമുക്ക് കോരി എടുത്ത് വയ്ക്കാം. ഇതിലോട്ട് ഒരു ഉണ്ട ശർക്കരയും ചീകി എടുത്ത് വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ആ പാത്രത്തിലോട്ട് തന്നെ ഇട്ട് കൊടുക്കാം. നമ്മൾ തയ്യാറാക്കി വെച്ചേക്കുന്ന കുറച്ച് തേങ്ങാപ്പാൽ ഇതിലോട്ട് ഒഴിച്ച് കൊടുക്കാം. തേങ്ങാപ്പാൽ തിളയ്ക്കേണ്ട ആവശ്യമില്ല, നന്നായിട്ടൊന്ന് ചൂടായി വന്നാൽ മതി. അതുകൊണ്ട് ഈ ചൂടിൽ തന്നെ ഇരുന്ന് ഉരുകിക്കോളും. ഞാൻ ഓഫ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഈ ചൂടിൽ തന്നെ ഇരുന്ന് ഉരുകിക്കോളും. ഇനി നമുക്ക് ഈ ശർക്കര ഈ തേങ്ങാപ്പാലിലോട്ട് അരിച്ചൊഴിച്ച് കൊടുക്കാം. ശർക്കരയുടെ നീര് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് നമുക്കിത് സൈഡിലോട്ട് മാറ്റി വയ്ക്കാം. അടുത്തതായിട്ട് ഒരു മിക്സിംഗ് ബൗൾ എടുത്ത് വെച്ചിട്ടുണ്ട്. ആ ബൗളിലോട്ട് 1 കപ്പ് അളവിൽ ഗോതമ്പ് പൊടി നമുക്ക് ചേർത്ത് കൊടുക്കാം. ആ കപ്പിന് തന്നെ 3/4 കപ്പ് അളവിൽ അരിപ്പൊടി നമുക്ക് ചേർത്ത് കൊടുക്കാം. ഒരു നുള്ള ഉപ്പ് നമുക്ക് ചേർത്ത് കൊടുക്കാം. ഏലക്കപ്പൊടി നമുക്ക് ചേർത്ത് കൊടുക്കാം. ഇനി 1 ടീസ്പൂൺ ബേക്കിംഗ് പൗഡർ നമുക്ക് ചേർത്ത് കൊടുക്കാം. ബേക്കിംഗ് സോഡ വേണമെങ്കിൽ നമുക്ക് ചേർത്ത് കൊടുക്കാം. അതാണെങ്കിൽ 1/2 ടീസ്പൂൺ ചേർത്ത് കൊടുത്താൽ മതി. ഇതെല്ലാം കൂടെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. ഇനി ശർക്കര പാനി കുറേശ്ശെ നമുക്ക് ഇതിലോട്ട് ഒഴിച്ചു കൊടുക്കാം. തേങ്ങാപ്പാലും ശർക്കര പാനിയും കൂടെ മിക്സ് ചെയ്ത് നമുക്ക് കുറേശ്ശെ ഒഴിച്ചു കൊടുത്താൽ മതി. നന്നായിട്ട് മിക്സ് ചെയ്തെടുത്ത് വെച്ചിട്ടുണ്ട്. ഇതിലോട്ട് നമ്മൾ നേരത്തെ വറുത്ത് വെച്ചിരിക്കുന്ന കശുവണ്ടി മുന്തിരി നമുക്ക് ചേർത്ത് കൊടുക്കാം. കുറച്ച് നമുക്ക് മാറ്റി വയ്ക്കാം. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. നമ്മളിപ്പോൾ തന്നെ ഇത് തയ്യാറാക്കുകയാണ്. ഇത് ഞാൻ തയ്യാറാക്കുന്ന ഇഡ്ഡലി പാത്രത്തിലാണ്. വെള്ളം നേരത്തെ തന്നെ ചൂടാക്കാൻ വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി ഓരോ കുടിയിലും നമുക്കൊരു ഗ്ലാസ്സിലോട്ട് ഒഴിച്ചു കൊടുക്കാം. 2 തട്ടിലും ഞാൻ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിൻ്റെ മുകളിലോട്ട് നമ്മൾ വറുത്ത് വെച്ചിരിക്കുന്ന നട്ട്സും മുന്തിരിയും നമുക്ക് ഇട്ട് കൊടുക്കാം. ഇനി ഇതിൻ്റെ മുകളിലോട്ട് ഗ്രേറ്റ് ചെയ്ത തേങ്ങയും നമുക്ക് കുറച്ചിട്ട് കൊടുക്കാം. അന്നേരം നല്ല ടേസ്റ്റ് തന്നെ കിട്ടും. നമുക്കൊന്ന് അടച്ച് വയ്ക്കാം. ഒരു 15 മിനിറ്റിന് ശേഷം നോക്കാം. 15 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. ഞാൻ തുറന്ന് നോക്കിയിട്ടുണ്ട്. നന്നായിട്ട് തന്നെ റെഡിയായി കിട്ടിയിട്ടുണ്ട്. നമുക്കിനി അടുത്തതും ഇതുപോലെ ഒഴിച്ചു കൊടുക്കാം. അടുത്തതും റെഡിയായി കിട്ടിയിട്ടുണ്ട്. നമുക്ക് തണുക്കാൻ വേണ്ടി മാറ്റി വയ്ക്കാം. നന്നായി തണുത്ത് കിട്ടിയിട്ടുണ്ട്. നമുക്ക് ഓരോന്നും എടുക്കാം. നമുക്ക് സിമ്പിളായിട്ട് തന്നെ നമുക്കിത് എടുക്കാൻ പറ്റും. അടിയിൽ കുറച്ച് എണ്ണയും തടവിയിട്ടുണ്ടായിരുന്നു. വൈകുന്നേരം ചായയുടെ കൂടെയൊക്കെ കഴിക്കാൻ സൂപ്പറായിട്ടുള്ള ഒരു പലഹാരം തന്നെയാണിത്. നിങ്ങൾ ഇതുവരെ തയ്യാറാക്കിയിട്ടില്ല, ഇതുകൊണ്ട് തയ്യാറാക്കി കുട്ടികൾക്ക് ഇന്ന് കൊടുത്തോളൂ. അവർക്ക് തീർച്ചയായും ഇഷ്ടമാകും. പിന്നെ നമ്മൾ ഇതിനകത്ത് മുന്തിരിയും കശുവണ്ടിയും പിന്നെ ഗ്രേറ്റ് ചെയ്ത തേങ്ങയും ഇതെല്ലാം ചേർത്തുകൊണ്ട് തന്നെ നല്ലൊരു ടേസ്റ്റ് തന്നെയാണ്. പിന്നെ തേങ്ങാപ്പാലിലല്ല തയ്യാറാക്കിയത്, അതുകൊണ്ട് നല്ലൊരു ടേസ്റ്റ് തന്നെയാണ്.
നല്ല ഹെൽത്തിയും ടേസ്റ്റിയുമായ ഈ പലഹാരം നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്ന് ഞാൻ വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ട നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുതേ. അതുകൂടാതെ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും നിങ്ങളുടെ വിലയേറിയ അഭിപ്രായം കമൻറ്റായി രേഖപ്പെടുത്താനും നിങ്ങൾ ആരും മറക്കരുത്. അടുത്ത നല്ലൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ്.